എന്താ കാണിക്കണത്? സോറി ഞാൻ ഇതിലൊരു വാർത്ത കണ്ടങ്ങനെ പെട്ടെന്നായി പോയതാണ്. ഒരു വാർത്ത ഉണ്ടാക്കണേ നീ മതി, എനിക്ക് കൊണ്ടുപോകാ. നീ ഞാൻ ദോശ ഉണ്ടാക്കാൻ ഈ ദോശ എന്ന് പറഞ്ഞ സാമാനം തന്നെ എനിക്ക് കണ്ടു. ആശുപത്രിയാണ് ഒച്ചെടുക്കല്ലേ. നീ എന്ത് കാണിക്കണത്? അച്ഛൻ വായി നേരെ പിടിക്കണ്ടേ? ഞാൻ വായ നേരെ പിടിക്കാനാ? നീ ഇതും പിടിച്ചോണ്ട് നടക്കല്ലേ? ഞാനൊരളവിൽ കൊണ്ടുവന്നല്ലേ. അളവില് ഭ്രാന്ത് പിടിപ്പിക്കാണ്. അത് ദോശയാണല്ലേ? ആ ദോശയാണ്. ദോശ നല്ലതാണ്. ചേട്ടൻ എന്തെങ്കിലും കഴിച്ചാ? ഇല്ലാന്ന് വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. അയ്യോ സമയം ഇത്രയല്ല. 5 ചെയ്യാനോട് വിഷമിട്ട് വയറ് കത്തണ്. ആ ചേട്ടനൊന്നും കഴിച്ചല്ല എന്നാ പറഞ്ഞ രാവിലെ. കഴിച്ചിട്ടില്ലേ? കഴിക്കണ്ട. എനിക്ക് തലക്ക് വല്ല ഇതുകൊണ്ടാ. നിന്റെ പോലെ 5-6 ഉണ്ട് മക്കളെ. 6 മക്കള്? ഒരെണ്ണം തിരിഞ്ഞു നോക്കൂല. ഇന്നലെ പറഞ്ഞാണ്. അങ്ങനെയൊക്കെ എൻ്റെ കിട്ടിയാണ്ടല്ല മൂട്ടി കുത്തി തുളയിട്ട് കിട്ടേനെ. അങ്ങനത്തെ 6 ഉണ്ടെന്ന്. ഒരെണ്ണം വരില്ല. ഇന്നലെ ഇയാളുടെ ഒരു കൂട്ടുകാരൻ വന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉച്ചയ്ക്ക് വന്നിട്ട് 2 ബിരിയാണി മേടിച്ചു കൊടുത്തു. ഒരു ബിരിയാണി രാത്രിയും കഴിക്കുക, ഒരെണ്ണം ഉച്ചക്കും കഴിച്ചോന്ന് പറഞ്ഞ് ഇയാൾക്ക് ബിരിയാണി വലിയ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്താ. ഈ നെരിപ്പിൽ 2 തട്ടി. അപ്പോൾ വയറ്റിന്ന് പോകാതിരിക്കണം. ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും കൊടുക്കല്ലേ, 2 ദിവസത്തേക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കാണ്. ആണ് ഞാൻ മൈൻഡ് ചെയ്യാത്തത്. ഇനിയിപ്പോൾ ഈ ദോശയും കൂടി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് കേസ് വരും. പ്രശ്നം എനിക്ക് മതി. ഇനി എന്താ വയറളവും. എന്താണ് ഇപ്പൊ അസുഖം? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കേട്ടറോട് അങ്ങോട്ട് മേപ്പോട്ട്. ഇന്നലെ ബിരിയാണി ആയിട്ട് നോക്കണോർന്ന്. പിന്നെ അത് ഇറങ്ങൂല. മക്കളാരും കൊണ്ടുവരൂലേ ഭക്ഷണമൊന്നും? കൊണ്ടുവരൂലെന്ന്. അതാണ്. ഇത് ദോശ ഒരാൾ കഴിച്ചതല്ലേ, അതാണ്. അത് വേറെ അറേഞ്ച് ചെയ്യാം. ഇതുമ്പോ നല്ല നോട്ടുണ്ട്. എടുത്ത് വെക്കണം. വയറ് വെള്ളം നടന്നിരിക്കുന്നത് നോക്കണ്ടത് കൊണ്ടുപോകുന്നത്. വെറുതെ ഒച്ചയെടുക്കണ എന്തിനാണ്? ആ വേണ്ടാത്തോണ്ടല്ലേ പറഞ്ഞ. ഇങ്ങനെ ശൗര്യം കാണിച്ചാണ് ആരും ഇല്ലാതെ ഞാൻ മാത്രമേ ഉള്ളൂല്ലേ ഇപ്പൊ നോക്കാൻ. നോക്കിയാലെന്നാ കണ്ണി കണ്ടൊക്കെ പള്ള കത്തിയേറ്റും മൂട് കുത്തി കയറി കാശുണ്ടാക്കിയാണ് നല്ല അന്തസ്സായിട്ട് നിനക്ക് വളർത്തിയിട്ടുള്ളത്. എന്നാ നോക്കിയാല് നോക്കി എന്താണ് പറഞ്ഞത്? തിന്നല്ലെങ്കിൽ തിന്നണ്ട. അതിനല്ല അങ്ങനെ വെക്കാണ്. കൊടുക്കല്ലേന്ന് പറഞ്ഞു. അതാ വേസ്റ്റിൽ കൊണ്ടുപോയിട്ടാ മതി. അത് പിന്നെ അവിടെ താഴത്ത് നോക്കി വേസ്റ്റിൽ കൊണ്ടുപോയിട്ടാ മതി. ഇതെന്താ കഴിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് എന്താ ഒരു ദോശ കഴിച്ചാൽ മതി? ഒരുപാട് ദോശ ഉണ്ടല്ലോ. ഇല്ല ഡോക്ടറെ, ഞാൻ കഴിച്ചല്ല. ആ മേടിച്ചോണ്ടെന്നാണ്. ഞാൻ ഒരെണ്ണത്തിന്റെ പകുതി തന്നെ കഴിച്ചിട്ടില്ല. കുറേശ്ശെ കഴിച്ചാൽ മതി കേട്ടോ. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല 3-4 ദിവസമല്ല ഇപ്പൊ കിടക്കണ ഞാൻ അവിടെ. തട്ടിപ്പോന്നു. തട്ടിപ്പോവല്ലോ. തട്ടിപ്പോവല്ലോ. പക്ഷെ അതിന് കുറച്ചുകൂടെ സമയം എടുക്കും. പെട്ടെന്ന് തട്ടിപ്പോവില്ല. ഭയങ്കര പേടിയാണ് സാറേ. നാട്ടിലെ പഴയ ഗുണ്ടയാണ്. എനിക്കറിയാലോ. മൂട്ടി കുത്തി ചെയ്തളഞ്ഞ ശ്വാസം വലിച്ചുവിട്. അസുഖം കൂടില്ലാന്ന് പറഞ്ഞപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. എന്ത് ചെയ്താ ആശുപത്രിയുടെ അകത്തോട്ട് കയറൂല. സത്യൻ സാറിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഒരേ ബഹളം. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ആകുമ്പോ സമാധാനം. ഡോക്ടറെ ഒന്ന് തൊട്ടാ മതി, എനിക്ക് സമാധാനം കിട്ടും. ആര് പറഞ്ഞാലും അനുസരിക്കൂല. പഴയ ഗുണ്ടയാണല്ല, വീട്ടിലും അടങ്ങിയിരിക്കൂല. രാവിലെ എണീറ്റ് ടൗണിലോട്ട് പോകും. ആരെങ്കിലെയൊക്കെ വെല്ലുവിളിച്ച് അവരുടെ വായിലിരിക്കണ എങ്ങോട്ട് വന്നാലേ അച്ഛനൊരു സമാധാനമുള്ളൂ. വീട്ടിലെങ്ങനെ ഇരിക്കണം സാറേ? ഞാനും ഇവരും മാത്രമേ ഉള്ളൂ. ഇവനും രാവിലെ തന്നെ ഇറങ്ങിപ്പോവും. പിന്നെ ഒറ്റയ്ക്ക് എന്തോരം നേരം ഇരിക്കും വീട്ടില്. ഇവനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. ഒരു പെണ്ണും ഇതുവരെ ശരിയായിട്ടില്ല. അതിനങ്ങനെ പണിയുണ്ടേ. 2 മക്കൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അതുങ്ങളെങ്ങനെയും കളിപ്പിച്ചിട്ടിരിക്കായിരുന്നു. പണി കിട്ടാത്തതൊന്നും അല്ല കാര്യം സാറേ. പെണ്ണിന്റെ വീട്ടുകാരെ അന്വേഷിച്ചു വരുമ്പോ ശീതളിന്റെ മോനാണെന്ന് പറയുമ്പോ അവര് ആ വഴി പോകും. ഇനിയിപ്പോ അതാണ് എന്റെ കുഴപ്പം. അതായത് എനിക്ക് പണിയില്ല. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ പണിയെടുത്ത് കുടുംബം നോക്കിയിട്ടുണ്ട്. എനിക്കല്ലൊന്നും ചെയ്തണ്ട. ഇപ്പോഴും 10 ദിവസം ഇട്ടാണ്ടാ. ഗുണ്ടയൊക്കെ അവിടെ ഇവിടുത്തെ ഗുണ്ട ഞാനാണ്. ഇഞ്ചക്ഷൻ വയ്ക്കൂപ്പ.
വേണോ ഇഞ്ചക്ഷൻ വേണോ? ഇല്ല, വേണം ഉണ്ടാക്കാൻ പോരെ. അപ്പൊ 2 ദിവസം കഴിയട്ടെ കേട്ടാ. ആ ഇഞ്ചക്ഷൻ അല്ലാട്ടാ, ഗുളിക ആക്കിയിട്ടുണ്ട് ഡോക്ടർ. ഗുളിക ആക്കിയിട്ടുണ്ടല്ലോ. ഇല്ല, ഗുളിക ആക്കിയിട്ടില്ല, അത് ഇഞ്ചക്ഷൻ തന്നെ പോരെ. അല്ല ഗുളിക. എനിക്ക് ഈ സാധനം കാണുക, ഈ സാധനം വടിവാള അല്ലെങ്കിൽ വാള, കത്തിയ, കടാര, എന്ത് സാധനം വന്നാലും എനിക്ക് പുല്ലാണ്, എനിക്കൊരു കുഴപ്പമില്ല. ഈ സാധനം കാണുമ്പോ തന്നെ എന്റെ തല ഇറങ്ങുന്നു. സൂചി പേടിയാണ്. സൂചി പേടിയാണ് സാധനം. നമുക്കൊരു കാര്യം ചെയ്താലോ, ആ മരുന്ന് വടിവാളിന്റെ മുകളിലാക്കിയിട്ട് ഒരു കൊത്തണ കുത്തിയാലോ. ഒരു കാര്യം ചെയ്യും, അത് പിന്നെ ഗുളിക തന്നെ ആക്കിയപ്പോ ഇഞ്ചക്ഷൻ വേണ്ട. അപ്പൊ ഇഞ്ചക്ഷൻ വിട്ടു വേണ്ട. ഓ ആയിക്കോട്ടെ. പുറത്തേക്കൊന്നും ഇറങ്ങരുത് കേട്ടാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എന്താ സുമേഷ് ഏട്ടാ, എന്താ വിശേഷം പറയൂ. വയറ്റിന്ന് പോണില്ല ഡോക്ടർ. എന്താ ഇതൊക്കെ? എന്താ കഴിച്ചത്? ഞാൻ 2 ബിരിയാണി കഴിച്ചു. അപ്പൊ നിങ്ങളോട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ലേറ്റ് ആയിട്ടാണ് കഴിച്ചത് 2 എണ്ണം. അത് കൂട്ടുകാരൻ ചതിച്ചതാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വല്ല കഞ്ഞി കുടിക്കായിരുന്നു. ഒരാള് വരും കേട്ടാ. കഞ്ഞി കൊണ്ടാ? അതെ, ശരിട്ടാ. കഞ്ഞി വേഗം കൊടുത്താക്കണേ സിസ്റ്ററെ. കഞ്ഞി വേഗം കൊടുത്താക്കണം കേട്ടോ. മോനെ, അതവിടെ ഇനിമ ഉറുമ്പ് കയറും, ഇങ്ങോട്ട് എടുത്തു പോയി. അതേ, നിങ്ങൾക്ക് 2 ആൾക്കും ഭക്ഷണം തരണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് മാറ്റി വെച്ചതാണ്. അത് എനിക്കല്ല, മൂപ്പിരിക്കാന്. ഇന്നലെ എന്റെ കൂട്ടുകാരനും പണി കൊടുത്തിപ്പ ബിരിയാണി കൊണ്ടെന്നില്ലേ ഡോക്ടറെ അടുത്ത് പറഞ്ഞേട്ടാ, അയാള് കഴിച്ചാന്ന്. അതേ, 2 ദിവസത്തേക്ക് ഒന്നും കഴിക്കണ്ട, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 1 ദിവസത്തേക്ക് പോലും എനിക്ക് പറ്റൂല. പിന്നെ 2 ആക്കണം. കഞ്ഞി ഉണ്ടല്ലാന്ന് പറഞ്ഞിട്ട് നിശ്ചയിച്ചത്. രോഗികളെ കഴിഞ്ഞ ഇനി സത്യൻ ഡോക്ടറെ കാണാൻ പറ്റി ആരെ കോപ്പി ടിക്കറ്റ് എടുത്തിട്ട് നോക്കി. ഇനിയിപ്പോ ആകുള്ളത് ഈ ഒരാളാ. അത് സത്യൻ ഡോക്ടറെ കാണാനല്ല, പിന്നെ ഭാര്യനെ മാരുതി ഡോക്ടറെ കാണിക്കാനാ. ഭാര്യ കാത്തിരിക്കാം. എന്താ ഈ നേരത്ത് വരണേ? ഉച്ചവരെയുള്ള കോപ്പിയൊക്കെ 10 രൂപ ഉണ്ടല്ലോ. പേര് പറ. ന്യൂട്ടൺ. ന്യൂട്ടൺ. ഏത് ഡോക്ടറെ കണ്ടു? ഏതെങ്കിലും ഡോക്ടറെ കണ്ടാ മതി. മതി, അഡ്മിറ്റ് ആവാൻ വേണ്ടിട്ടാ. അഡ്മിറ്റ് ആവാനോ? അഡ്മിറ്റ് ആവാനാ? ഏടാ, നമുക്ക് തോന്നിയ പോലെ അഡ്മിറ്റ് ആവണ. ഡോക്ടർ പറയും. അല്ലല്ല, ഇത് വക്കീല് പറഞ്ഞിട്ടാ. ആർക്ക്? വക്കീലിനാണ് അഡ്മിറ്റ് ആവണ്ടേ? അല്ലല്ല, എനിക്കാ ചെറിയൊരു അടിപിടി കേസ് വന്നേ. അപ്പൊ വക്കീല് പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രി പോയിട്ട് അഡ്മിറ്റ് ആയിക്കോളാൻ. ഓ അങ്ങനെ. ആരായിട്ട് അടിപിടി? അച്ഛനായിട്ട്. ആരച്ഛനോ? എന്റെ അച്ഛൻ. നിങ്ങൾ അച്ഛൻ നിങ്ങൾ അടിച്ചോ? ഇല്ലില്ല, ഞാൻ അച്ഛനെ അടിച്ചു. എന്തിന്? എന്തിനാ? ഞാൻ ചുമ്മാ വീട്ടിൽ അങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ 30 വന്നിട്ട് ചോദിക്കാ, ഇങ്ങനെ തിന്നും കുടിച്ചു ചോദിക്കാണ്ട് വല്ല പണിക്കും പോടാന്ന്. ഒരു പാചകപ്പുണ്ടായിരുന്നു, ചെക്ക് ഇറങ്ങി വെച്ചു കൊടുത്ത്. അച്ഛനെന്തിനു പറ്റിയോ? അച്ഛന് തല പൊട്ടി ചോദിക്കുന്നുണ്ട്, ആശുപത്രി കൊണ്ടുപോയെന്ന് പറയണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ കോളേജിൽ അച്ഛൻ കൊണ്ടുപോയി. അപ്പൊ നല്ല സീരിയസ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വക്കീലിനെ വിളിച്ചപ്പോ പറഞ്ഞു നേരെ പോയി അഡ്മിറ്റ് ആയിക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അച്ഛനെങ്ങാനും പോയി കേസ് കൊടുത്തിട്ട് ഞാൻ കൊടുക്കൂലേ. ഓ എടോ, അതിന് ഈ സാധാ ഡോക്ടർമാരെ കണ്ടിട്ട് വല്ല കാര്യമുണ്ടാ? കാഷ്വാലിറ്റിയില് പോ. ഇനി OP ടിക്കറ്റ് വേണം, നിയമമൊക്കെ നമുക്കും അറിയാം. അതറിയാം. ഏത് ഡോക്ടറെ കണ്ടു വെക്കുമ്പോ അപ്പൊ എന്നാ പിന്നെ കാഷ്വാലിറ്റിക്ക് പറഞ്ഞാ പോരെ. അപ്പൊ തിരിച്ചിട്ട് 2 ആളും ഒരു വീട്ടിലേക്കല്ലേ വരേണ്ടത്? ശരിയായിട്ട് അതറിയില്ല. ഇനി അച്ഛന്മാർ താമസിക്കട്ടെ. 5 രൂപ വേണ്ട, വെച്ചോ. പേര് പറയും. മന്മഥൻ രാഘവൻ. മന്മഥൻ രാഘവൻ. അല്ല, രാഘവൻ. രാഘവനാണ്. അപ്പൊ മന്മഥൻ ഞാൻ. രോഗി ആരാന്ന് പറയൂ. രോഗി രാഘവൻ. രാഘവൻ. ഒരാൾക്ക് വേണ്ടിട്ട് ഇത്ര നാൾ ഇങ്ങോട്ട് വന്നില്ല. മീറ്റിംഗ്. 59. 59. എന്താ അസുഖം? അസുഖം ഡോക്ടറെ അടുത്ത് പറഞ്ഞ പോരെ? അല്ല, അതല്ല, ഏത് അസുഖാന്ന് നിങ്ങൾ മരുന്ന് തരും. അതില്ലല്ലോ, നിങ്ങൾ ഡോക്ടർ റൂം ഏതാന്ന് പറയും. അല്ല, ഏത് ഡോക്ടറാന്ന് അറിഞ്ഞാൽ അത് എഴുതാന്ന് വെച്ചിട്ട്. അതെ, നിങ്ങളിപ്പോ ഡോക്ടർ ഇവിടെ അതാ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ പറയും. അവിടെ ഇരിക്കും, ഞാൻ കാണിച്ചിട്ട് വരാം. 5 രൂപ. 5 രൂപ. 5 ഉണ്ടോ? ആരുണ്ടോ? ആരുമില്ലേ? ഒരു കാര്യം ചെയ്യണം, ഒരു പിരിവ് എടുക്കണം.
അതെ അങ്ങനെ ഇടിച്ചു കയറി പോലെ അവിടെ ടോക്കൺ ഉണ്ട്. ഏയ്, എടാ, നിങ്ങൾ ഇവിടെ ഇരിക്ക്. നിങ്ങൾ പിരിവെടുത്ത പൈസ കൊടുക്ക്. ഓപ്പി ടിക്കറ്റിന്റെ 5 റുപ്യ തരണം കേട്ടാ. തരാൻ ചേട്ടാ. നിങ്ങളെങ്ങനെ തരാന്ന് പറഞ്ഞൊരു 10 ആള് തരേണ്ട പോയി എന്റെ 50 റുപ്യ പോണതേ. ഞാൻ ഒരു 5 രൂപ കൊടുത്തിരും. ഒരു 5 രൂപ കുറ അവന്റെ നോക്കൂ. ഇരിക്കൂ. എന്താ എന്ത് പറ്റി? പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നടക്കുമായിരുന്നേ. ഓ. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്നൊരു ക്ഷീണവും ദേഹം തടഞ്ഞ പോലെയും ഒരു അസ്വസ്ഥതയും അങ്ങനെ തോന്നി. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ശരി. ഡോക്ടറെ, അനങ്ങാതെ നിക്ക്. ഡോക്ടർ, ഇദ്ദേഹത്തിനാണ് വയ്യായിക. ഇദ്ദേഹത്തിനാണ് വയ്യായിക. നിങ്ങളിങ്ങോട്ടിരിക്കൂ. പെട്ടെന്ന് അതുവരെ എന്റെ തോളിലായിരുന്നു. അപ്പൊ അതിനൊരു ക്ഷീണം ഇന്ന് ഇരുന്നു. എന്താ ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നം? ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, പാർട്ടിയുടെ ഇയാള് പറയട്ടെ. ഓ, എന്താ പറയൂ. പാർട്ടിയുടെ മീറ്റിംഗ് നടക്കായിരുന്നു. അപ്പൊ ആടെ ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോ എനിക്കൊരു തലയുറ്റല്, പിന്നെ വല്ലാതൊരു വിറയലും. അപ്പൊ ഇങ്ങോട്ട് വന്ന നെഞ്ചുവേദന തോന്നുന്നുണ്ടോ? ഇല്ല, നെഞ്ചുവേദന ഇല്ല. അങ്ങനെ ഇല്ല. ഈ പുറത്തൂടെ വേദന അങ്ങനെ കയ്യിൽ അവിടെ വേദന ഇല്ല ഡോക്ടറെ. ഇല്ല, കൊണ്ടുവരുമ്പോ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഈ തലച്ചുറ്റെന്ന് മാത്രം. എന്നെ ഇത് നോക്കാൻ സമ്മതിക്കൂ. ഇതിപ്പം ഇങ്ങനെ ഉണ്ടാവാൻ കാരണം വേറെ ഒന്നല്ല സാറേ. ഈ ബക്കറ്റ് പിരിവിന്റെ അതിനകത്ത് ചെറിയ കണക്കിൽ ചെറിയൊരു പ്രശ്നം വന്നേ. അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഉള്ളിലൊരു ഇത് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നണേ. ശ്വാസം വലിച്ചു വിടൂ. അപ്പൊ അതിന്റെ കണക്ക് നോക്കി സെറ്റിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാം മാറും. ചെറിയൊരു സംശയമുണ്ട്, ഒരു ചെറിയൊരു എമൗണ്ടിന്റെ. നമ്മൾ ഈ ആന്ധ്രയിലെ ആദിവാസികൾക്ക് വൈഫൈ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു പിരിവ് നടത്തിയത്. ഓ, അവിടെ പിള്ളേരെല്ലാം ഈ പഠിക്കുന്ന ഇപ്പോൾ ഓൺലൈൻ ആണല്ലോ. അപ്പോൾ അവർക്കൊന്നും ഒരു സംവിധാനമല്ലോ സാറേ. അങ്ങനെ ഞങ്ങളൊരു ബക്കറ്റ് കളക്ഷൻ എടുത്ത്. ഇപ്പോൾ രാഘവേട്ടൻ്റെ ഭാഗത്ത് നിന്ന് കണക്കിൽ ഒരു ചെറിയ വീഴ്ച വന്നിട്ടുണ്ട്. സാധാരണ അങ്ങനെ ഉണ്ടാവണമല്ല, ആള് സ്ട്രൈറ്റ് ആണ്. ഇപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ആഘാതമാണ്. ഒന്നുമില്ല രാഘവേട്ടാ, അതൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാം കേട്ടാ. ഓ, ഡോക്ടറെ അടുത്ത് ഇരിക്കണ്ടേ, പരിശോധിച്ചുകൊണ്ടിരിക്കുന്നേ. ഡോക്ടറെ പേരാ അത് ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല. ഒരു താടിയൊക്കെ വളർത്തിയ ഒരു ചപ്പറത്തലയോ. ഓ, ഇപ്പോൾ തുണ്ടിൽ ഒപ്പിടുമ്പോൾ നോക്കാം, അതിൽ നോക്കാം. ഓ, ശരി. നീ വെയ്, അവിടെ പൂച്ച നോക്കിക്കോളേ. BP കാര്യമായിട്ടുള്ള വേരിയേഷൻ ഒന്നും കാണാനില്ല. എനിക്ക് അപ്പോഴേ തോന്നി ഒരു കുഴപ്പം കാണൂല. നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്കൂ. ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നെഞ്ചുവേദന അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തുറന്ന് പറയണം. ഇല്ല. ഉറക്കെ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ECG എടുത്തിട്ട് ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി. എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ. രാഘവട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം, മീറ്റിംഗ് പകുതി കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കുട്ടൻ ചായയും പഴംപൊരിയും കൊണ്ടുവന്നപ്പോൾ രാഘവട്ടിന് അസ്വസ്ഥത ഉണ്ടായത്. ഈ പഴംപൊരിയോട് തുറന്നു വെച്ചിട്ട് വന്ന പൂച്ച 2 ഉണ്ട്, അതല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ പഴംപൊരിയാണോ വലുത്, അതോ ഈ ഇരിക്കുന്ന മനുഷ്യന്റെ ജീവനാണോ വലുത്? രണ്ടും വലുതാണ്. പഴംപൊരി പോലെയാണ് രാഘവട്ടിന്. എന്താ വേണ്ട ഇയാള് പറയട്ടെ. അത് നിങ്ങൾ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? അല്ല, കുഴപ്പമില്ലല്ലോ ഡോക്ടർ. എന്നാ ഇപ്പോ ECG വേണ്ട സാർ. വേണ്ട, വേറെ ബുദ്ധിമുട്ട് ഒന്നുമില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം. ക്ഷീണത്തിന് ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം. അത് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിട്ട് കഴിച്ചാൽ മേടിച്ചു കൊടുക്കാം സാർ. കേട്ടാ. പിന്നെ റെസ്റ്റാണ് സാറേ. ഇനിയിപ്പോൾ മീറ്റിംഗ് നമ്മളൊരു 9:30 ആകുമ്പോൾ കഴിയും. 2-2.5 മണിക്കൂറത്തെ മീറ്റിംഗേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി രാത്രി കിടന്നുറങ്ങാം. ഫുൾ റെസ്റ്റാണ്. ഭക്ഷണം കഴിക്കുക, സമാധാനമായിട്ട് കിടന്നാൽ മതി. അതൊരു കുഴപ്പമില്ല. ഗുളിക ഞാൻ മേടിച്ചു തരാം. നിങ്ങളുടെ പേരെന്താ? മൻപത്. ഓ, ശരി. അപ്പൊ സാറിന്റെ പേര് ഇതിൽ എഴുതിയിരിക്കുന്നത് സാറേ? എനിക്കത് മനസ്സിലായില്ല. സത്യശീലൻ എഴുതിയത്. സത്യശീല. ഓക്കെ, സ്പീഡ് നടക്കും, നല്ല ഉഷാറായിട്ട് നടക്കും, ഒരു കുഴപ്പമില്ല. എന്താണ് കാര്യം? എന്താണ്? ഞങ്ങൾ രാഘവേട്ടനെ കൊന്നിട്ട് ഇവിടെ ഇരിക്കണം. ഏത് രാഘവേട്ടൻ? രാഘവേട്ടൻ പോയോ? അയാൾ നെഞ്ചൂരിട്ട് ഇവിടെ കൊണ്ടുവന്ന് താൻ പരിശോധിച്ചോ? താൻ പരിശോധിച്ചോളൂ. ഞാൻ പരിശോധിച്ചില്ല. താൻ ഒന്നും ചെയ്തില്ല. ECG എടുക്കാൻ വേണ്ടി പറഞ്ഞില്ല. ECG എടുക്കാൻ ഒരാളിന് വയ്യെങ്കിൽ താൻ എന്താ പറഞ്ഞത്? അയാൾക്ക് ഒരു കുഴപ്പമില്ല. എന്തോ ഒരു ഗുളിക എഴുതി കൊടുത്ത് ആ ഗുളിക ഞങ്ങള് കുഴഞ്ഞു വീണ്
രാഘവന്റെ മരണം ഡോക്ടറുടെ കൈപ്പിഴയല്ലെന്നും പെട്ടെന്നുള്ള ഹൃദയസ്തംഭനമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു. എന്തായി പാപാവത്തിനോട് പറഞ്ഞു വിട്ടപ്പോ സമാനമായ ഇതിനിടെ ഡോക്ടറെ ആക്രമിച്ച പ്രതികളെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം നിസാര കുറ്റം ചുമത്തി വിട്ടയച്ചതിനെതിരെ ഡോക്ടർമാരുടെ അസോസിയേഷൻ പ്രതിഷേധിച്ചു. അവന്മാരെ വിടുകയും ചെയ്ത്. അതിപ്പോ മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആരെയാലും വിട്ടുപോകില്ല. നാളെ നന്നാവാത്തതാണ്. ഇതിനൊക്കെ മൂട്ടി കുത്തി കയറ്റണ്ടാണ്. ഇതിനിടെ ഡോക്ടർക്ക് ധൃതി വെച്ച് സ്ഥലം മാറ്റ ഉത്തരവ് വന്നതും വിവാദങ്ങൾക്ക് തിരിതെളിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാണിക്കുന്നത് നിങ്ങളൊക്കെ. നല്ല പെരുമാറ്റം. നല്ലൊരു ഡോക്ടറാണ്. ഇനി ഇവിടെ വരാൻ പറ്റില്ല എനിക്ക്. എന്താണ് കാലത്ത് വന്നാണല്ലോ. അവന്റെ കാര്യമൊന്നും പറയണ്ട, വെറുതെ ആവശ്യമില്ലാതെ വന്ന് കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇവന്റെ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അയാളുടെ കൂടെ വന്നാണ് ഇവൻ. അപ്പൊ അപ്പുറത്ത് ആ വനിതാ വാർഡിൽ ഒരു മെല്ലിച്ച ചേച്ചി ശ്വാസം മുട്ടായിട്ട് വന്ന് കിടന്നല്ല. അവര് പോയി, അവരെ നോക്കാൻ അവരുടെ മോള് നിപ്പുണ്ടായി. അപ്പൊ ഇവനും ആ കൊച്ചും കൂടി എന്തോ ക്യാൻറ്റീനിൽ പോണ സമയത്ത് കണ്ട് പരിചയപ്പെട്ട് ഇവനെന്തോ ഒരു പഴംപൊരി മേടിച്ചു കൊടുത്തപ്പോ അതൊന്ന് ചിരിച്ച് ഈ ഭ്രാന്തനോർത്ത് ഇവനോട് പ്രേമമാണ്. അപ്പൊ ഇവൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്നപ്പോ ഒരു മനപ്രയാസം ഇവിടെ കാണണമെന്ന്. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടി വിഷമോ ഏതാണ്ടൊക്കെ എടുത്ത് കുടിച്ചിട്ട് വന്ന് കിടക്കുകയാണ്. ഇവൻ ഇവിടെ വന്നപ്പോ അവര് ഡിസ്ചാർജ് ചെയ്ത് പോയി. വന്നതൊക്കെ മൂട്ടി കത്തി കുത്തി കയറ്റണ അതെയാണല്ലോ. ശരി, ഞാൻ ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ട് ഇപ്പൊ? ആശ്വാസം ഉണ്ടാ? വീട് എവിടെയെന്നും വല്ലതും ചോദിച്ചായിരുന്നാ? ഫോൺ നമ്പറാ? അവളുടെ പേരെന്താന്നറിയോ? അത് പറഞ്ഞു. ഇവനൊക്കെ ചാകേണ നല്ലത്. നീ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് കെട്ടി തിരിയാതെ ആ വനിതാ വാർഡ് വരെയൊക്കെ ഒന്ന് പോയിട്ട് വേണം ഒന്ന്. അച്ഛൻ്റെ വേറെ പണിയൊന്നും അവന് കിട്ടുമെങ്കിൽ പിന്നെ എനിക്ക് കിട്ടൂലേ. ശീതളൻ അല്ലേ? എങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ ശീതളൻ നാളെ ഡിസ്ചാർജ് ആവാൻ അല്ലേ? നാളെ പോവാം കേട്ടോ. ഡോക്ടർ നമ്മുടെ സതീശീലൻ ഡോക്ടർ ഇനി വരുമോ? എന്തിനാ അയാൾ ഇനിയും തല്ലിച്ചതയ്ക്കാനാ? നശിച്ച് നാരായണക്കല്ല് പിടിച്ചിരുന്ന ഈ ഹോസ്പിറ്റലിൽ ഈ പരുവത്തിലാക്കിയത് ആ ഡോക്ടറാ. എന്നിട്ട് അയാൾക്ക് ഗതി വന്നു. അതെ, ഊണും ഉറക്കമില്ലാതെ സാർ എന്തോരം കഷ്ടപ്പെട്ടതാ. അപ്പൊ തൃപ്തിയായി. ഈ അക്രമത്തിനെതിരെ സമരം ചെയ്യണമെന്ന് ഞങ്ങളുടെ അസോസിയേഷൻ തീരുമാനിച്ച, പക്ഷെ അത് രോഗികളെ ബാധിക്കുന്നു പറഞ്ഞ് അത് വേണ്ടെന്ന് വെപ്പിച്ചതും സത്യശീലൻ സാറാണ്. അത്രയ്ക്ക് നല്ല മനുഷ്യനായിരുന്നു. നമുക്ക് വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു സാറേ. അതിപ്പോ എല്ലാരും നിങ്ങളെ പോലെ അല്ലല്ലോ. പാർട്ടിക്കാരെ അയാളെ തല്ലിച്ചടച്ചപ്പോ അവർക്ക് സമാധാനമായി. അല്ല, സത്യൻ ഡോക്ടർ ഇനി ഒരിക്കലും ഇവിടെ വരില്ലേ? നാളെ വരും, പിന്നെ 2 ദിവസം കഴിയുമ്പോ പോകും. പ്രൊമോഷൻ കം ട്രാൻസ്ഫറാ. അത് നിങ്ങൾ അസോസിയേഷൻ